ഈ ഞായറാഴ്ച ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ. നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ജീവിതത്തിന് മത്തായി ശ്ലീഹായുടെ ജീവിതത്തോടെ സാമ്യമുണ്ട്. എങ്ങനെയാണെന്നല്ലേ? മത്തായി ശ്ലീഹായുടെ ജീവിതം എടുത്തു നോക്കിയാൽ ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. ഉടനെ ഒന്നും നോക്കാതെ അവനൊപ്പം ഇറങ്ങി പുറപ്പെടുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും ഇങ്ങനെ തന്നെയല്ലേ? സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. എങ്കിലും എൻ്റെ ദൈവത്തിന് ഇതെല്ലാം എനിക്ക് വേണ്ടി സാധിച്ചു തരാൻ കഴിയും എന്ന ചിന്തയിൽ മറ്റൊന്നും നോക്കാതെ അവനിൽ ആശ്രയിക്കാറില്ലേ നമ്മൾ? ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സമർപ്പിത, അവർ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. അവരുടെ ജീവിതം മുഴുവനും അവര് ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചവരാ, അല്ലെങ്കിൽ സമർപ്പിക്കുന്നവരാ. ആ സമർപ്പണം അത് അവരിലൂടെ മറ്റുള്ളവരിലേക്ക് കൂടി നീളുമ്പോൾ അതിന് വല്ലാത്തൊരു ചൈതന്യമുണ്ട്, ഒരു സന്തോഷമുണ്ട്. വിശുദ്ധ മത്തായിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ: ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. വിശുദ്ധ മത്തായി 9:13. ഇത് തന്നെയാ ഈശോ ഇന്നും നമ്മളോടൊക്കെ പറയുന്നത്. പലപ്പോഴും ജീവിതത്തിൽ ദൈവമേ, നീ ഇതെനിക്ക് സാധിച്ചു തന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ ഞാൻ തരും. ചിലപ്പോൾ ഈ സമയത്ത് നിനക്ക് വേണ്ടിയായിരിക്കില്ല, നിന്നെക്കാളും ആവശ്യമുള്ള ഒരാൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ വന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഇടപെടേണ്ടത്. അത് നീ തിരിച്ചറിയണം എന്ന്. ജീവിതത്തില് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ലേവി മത്തായി ശ്ലീഹ ആയി മാറിയതുപോലെ ഞാനും നിങ്ങളുമൊക്കെ ഒരു രൂപാന്തരീകരണത്തിലൂടെ കടന്നു പോകേണ്ടവരാ. ജീവിതത്തില് വേണ്ടെന്ന് വെക്കുന്ന പലതും പിന്നീട് വലിയ മഹത്വത്തിനും നന്മയ്ക്കും വേണ്ടിയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.